ആദിവാസി യുവാവിനെ അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചു എന്ന് പരാതി. പാലക്കാട് മുതലമടയിലാണ് സംഭവം. മുതലമട മൂച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന ആദിവാസി യുവാവിനാണ് മർദ്ദനമേറ്റത്. വിഷ്ണു പ്രകാശ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, നമുക്ക് മുന്നിൽ ഇത്തരത്തിൽ മുൻപ് പീഡനം അനുഭവിച്ച പല കഥകളുമുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞ കഥയുണ്ട് നമുക്ക് മുന്നിൽ. വീണ്ടും ഒരു ആദിവാസി യുവാവിന് പീഡനം അനുഭവിക്കേണ്ടി വന്നു. എന്താണ് സംഭവം? മുതലമടയിലാണ് ഇത്തരമൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 6 ദിവസമായി പട്ടിണിക്കിട്ട് മർദ്ദിച്ചു, റൂമിൽ അടച്ചിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി. ഇതിൽ ആധാരമായി പറയുന്നത് ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ജോലികളുടെ ആവശ്യത്തിനായിട്ടായിരുന്നു ഈ വെള്ളയൻ എന്ന വ്യക്തി ആ റിസോർട്ട് പരിസരത്തോട്ട് എത്തുന്നത്. പിന്നീട് അവിടെ ഇരുന്ന ഒരു മദ്യക്കുപ്പി എടുത്തു കുടിച്ചു. അതിൻ്റെ ദേഷ്യത്തിൽ ആ റിസോർട്ട് ഉടമ അദ്ദേഹത്തെ 5 ദിവസത്തോളം ഒരു റിസോർട്ടിന് തന്നെ ചേർന്നുള്ള ഒരു കെട്ടിടത്തിലെ മുറിയിൽ അടച്ചിട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ മുതലമടയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നു. നിങ്ങളിത് എങ്ങനെയാണ് അറിയുന്നത്? അവിടെ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് ഇങ്ങോട്ട് വന്ന് ശിവരാജ് എന്ന് പറഞ്ഞ ദളിത് നേതാവിനോട് പറഞ്ഞത്. നേതാവ് അറിഞ്ഞതും എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും താമസിക്കാതെ ഏതും ആലോചിക്കാതെ നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള ആദിവാസി സ്ത്രീകളിനെയും വെച്ചിട്ട് അവരുടെ 10-25 ആൾ 10-50 ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പോയി നോക്കുമ്പോൾ 1 മണിക്കൂറായി ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട്. സ്ഥല ഉടമ ഞങ്ങൾ വരട്ടാനാണ് നിന്നത്. പോലീസിനെ വെച്ച് നിങ്ങളെ വരട്ടുമെന്നാണ് സ്ഥല ഉടമ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അതൊന്നും നോക്കാതെ തപ്പിക്കൊണ്ടിരുന്നു ആൾ എവിടെയാണെന്നുള്ളത്. നല്ല ഇരുട്ടായി വരുന്നു. ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. പിന്നെയാണ് ആൾ ഒരു മയങ്ങിയ നിലയിൽ ഒരു റൂമിൽ അടഞ്ഞു കിടന്നത്. നമ്മുടെ വന്ന ഒരു കുട്ടിയാണ് പോയി നോക്കിയത്. പിന്നെ അറിഞ്ഞതും അപ്പം തന്നെ പോലീസിനെ അറിയിച്ച് പിന്നെ പോലീസ് വന്ന് വാതിലൊക്കെ കുത്തി എടുത്താണ് അദ്ദേഹത്തെ മീട്ടത്. ഇത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ കേരളത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്നോ എന്ന് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ സ്ത്രീകളാണ്. എങ്ങനെ നമ്മൾ നാട്ടിൽ നടക്കുന്നു ഓർക്കുമ്പോൾ ഇദ്ദേഹം ഒരു ആദിവാസിയാണ്. ചിലപ്പോൾ ഞങ്ങൾ ഇത് പോയിട്ടില്ലെങ്കിൽ, ഇയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാതെ പോയിട്ടുണ്ടെന്ന് ഒരു റിപ്പോർട്ടാക്കി വിട്ടിട്ട് പോലീസ് ഇത് അന്വേഷിക്കില്ല. ഇത് തന്നെ നേരത്തെ തന്നെ എൻ്റെ വാർഡിലെ 4 കൊല്ലത്തിന് മുമ്പിൽ 2 യുവാക്കൾ ഇതേപോലെ കാണാണ്ട് പോയിട്ടുണ്ട്. പോലീസ് ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഈ കുട്ടികളെ കണ്ടും തന്നിട്ടില്ല. ഈ കുട്ടീൻ്റെ ഭാര്യ ഇനിയും കൊച്ചിനെ വെച്ച് ഭർത്താവില്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യം എടുത്തു കഴിച്ചു എന്നുള്ളൊരു ആരോപണത്തിനെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് നിങ്ങൾ തെറ്റ് ചെയ്തു, അവരിനെ പൂട്ടാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ റിസോർട്ടിൻ്റെ അടുത്ത് 2 ചാക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോകുമ്പോൾ 2 ചാക്ക് മദ്യമം കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് പോലീസ് ഇതുവരെ SPO SIO ഇവിടെ വരേണ്ടതാണ്. ഇങ്ങനെ ഒരു ആദിവാസി എന്ന് പറയുമ്പോൾ അതൊരു അപകടനയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതേ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ നേതാവാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എന്തായിരിക്കും സംഭവം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ ആൾക്കാരോ അല്ല ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടോ? ആദിവാസികൾ എന്ന് പറയുമ്പോൾ അവരെ അവഗണിക്കുന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുറിയിൽ ഉള്ളിലിട്ട് മർദ്ദിച്ചോ? എന്താ പറഞ്ഞത്? ചവിട്ടിയിട്ടുണ്ട്. മൂത്രമൊഴിക്കാൻ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ചവിട്ടിയിട്ടുണ്ട്. ഒരു നേരം ഭക്ഷണം എന്നാണ് കൊടുത്തതെന്നാണ് നമ്മൾ കേട്ടത്. നല്ല ക്ഷീണമാണ് ആൾക്ക്. കണ്ണൊന്നും തുറക്കാൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ മയങ്ങിയ നിലയിലാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ 2 ബാട്ടിൽ ഗ്ലൂക്കോസ് കൊടുത്തപ്പോൾ കുറച്ച് വേണ്ടില്ല, എന്നാലും ദേഹം മുഴുവനും വേദനയാണ്. വിവരം അറിഞ്ഞപ്പോൾ നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? അതായത് ഇങ്ങനെ പോലീസ് അദ്ദേഹം പറഞ്ഞ ആള് പ്രത്യേകിച്ച് കൊല്ലങ്കോട് പോലീസിനെ നിങ്ങൾ അറിയിച്ചാൽ അത് സംഭവം വേറെ രീതിക്ക് മാറുന്ന ഒരു ഇൻഫർമേഷൻ തന്നു. പിന്നെയാണ് ഞങ്ങൾ അറിയിക്കാണ്ട് പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് ഇനി പോലീസിനെ നമ്മൾ വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വിഷ്ണു, മോത്തി, ഈ വിവരം ഇവർക്ക് ആ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി നൽകുന്ന ഒരു വിവരപ്രകാരമാണ് ഇത്തരത്തിൽ വെള്ളയൻ ഈ റിസോർട്ടിനോട് ചേർന്നുള്ള മുറിയിൽ കൂട്ടിക്കിടക്കുന്നുണ്ട് എന്നൊരു വിവരം ഇവർക്ക് ലഭിക്കുന്നത്. തുടർന്ന് ഇവരോട് ആ പറഞ്ഞ വ്യക്തി തന്നെ പറയുകയുണ്ടായിരുന്നു, കൊല്ലങ്കോട് പോലീസിനെ ഇത് ഒരു കാരണവശാലും അറിയിക്കരുത്, അവർ അത് വേറെ തരത്തിലാക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ വിട്ട് കിട്ടണമെന്നില്ല എന്നുള്ള ഒരു സൂചനയും കൊടുത്തു. അതിനാൽ തന്നെ ഇവർ സംഘടിച്ച് ഈ ആദിവാസികളായിട്ടുള്ള ആ പ്രദേശത്തുള്ള ആളുകൾ സംഘടിച്ച് ഒരു 50ഓളം പേർ വന്ന് അങ്ങനെ ഇവർ ആ റിസോർട്ടിന്റെ കോമ്പൗണ്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു വ്യക്തിയാണ് ഇങ്ങനെ പൂട്ടിയ നിലയിൽ ഈ മുറിക്കകത്ത് വെള്ളയനെ കണ്ടെത്തുന്നത്. തുടർന്ന് ഈ സംഘടിച്ചെത്തിയ ആളുകൾ തന്നെ ചേർന്ന് ചവിട്ടി പൊളിച്ചായിരുന്നു. അത് ആ കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നെ പോലീസ് എത്തി അങ്ങനെ ചവിട്ടി പൊളിച്ചായിരുന്നു വെള്ളയനെ ആ മുറിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. ഏതായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ചില ഉദാഹരണങ്ങളുണ്ട്. ചിണ്ടക്കിയൂരിലെ മധുവിനെ നമുക്ക് ഓർമ്മയുണ്ട്. കൈ ബന്ധിച്ച നിലയിൽ അങ്ങനെ നിസ്സഹായനായി നിസ്സംഗനായി നിൽക്കുന്ന ആ മനുഷ്യനെ നമുക്ക് ഓർമ്മയുണ്ട്. ആ ദയനീയത, ഒരു വറ്റ ആഹാരം വായിലേക്ക് വയ്ക്കുമ്പോൾ ഇപ്പോഴും പല മനുഷ്യരെയും വേട്ടയാടുന്ന ഒരു സംഭവം നമുക്ക് മുന്നിലുണ്ട്.
സാധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ മുതലാളി സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉള്ളയാളാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഏതായാലും അങ്ങനെ ഒരു സംഭവം ചെയ്തു എന്നതിന്റെ പേരിൽ സ്വന്തമായ ശിക്ഷാ നടപടികൾ നൽകുകയായിരുന്നു ചെയ്തത്. ഇതൊക്കെ ഇന്നാട്ടിൽ സാധിക്കുന്നുണ്ട് ഇക്കാലത്തും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.